RDM വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് തരം വാഹനങ്ങളാട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ ഇന്നോവ എന്ന വാഹനവും അതുപോലെ തന്നെ MG എന്ന ബ്രാൻഡിന്റെ ഹെക്ടർ എന്ന വാഹനം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് പെട്രോൾ ആണെങ്കിൽ ഒന്ന് വരുന്നത് ഡീസലിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കിയാലോ. ഇന്നോവന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴേ 2013 മോഡൽ V ഓപ്ഷനിലാട്ടോ വാഹനം വരുന്നത്. അതും തേർഡ് ഓണർഷിപ്പിലാണ് നിലവിൽ നിൽക്കുന്നത്. 1,50,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആണ് കേട്ടോ വാഹനം വരുന്നത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുമ്പോഴേ നല്ല വൃത്തിക്ക് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തുള്ള വാഹനം കേട്ടോ. ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ പ്രൊജക്ടർ ലാമ്പ് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോഴും സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ക്രോം വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ്, കൂളിംഗ്, അതുപോലെ തന്നെ സ്കേർട്ടിങ്ങും ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. V ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റീരിങ്ങിന് തന്നെ വോളിയം കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. നല്ല പ്രീമിയം ഫീൽ ആട്ടോ. വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോഴും നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് വരുന്നത്. നല്ല വൃത്തിക്ക് തന്നെ ആട്ടോ വാഹനം വരുന്നത്. 7 സീറ്റർ കൂടിയാണ്. ഇനി എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. മെയിൻ അപ്രോൺ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള അപാധകളോ കാര്യങ്ങളൊന്നും തന്നെ വാഹനത്തിൽ വരുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. അതുപോലെ തന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 12 കിലോമീറ്റർ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ CNG ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 to 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് സൈഡ് നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിലാട്ടോ വാഹനം നിൽക്കുന്നത്. നല്ല കിഡൻ ലുക്ക് ആട്ടോ വാഹനം കാണാൻ തന്നെ. MGയുടെ ഹെക്ടർ എന്ന വാഹനം നോക്കുമ്പോൾ 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലോട്ടോ വാഹനം നിൽക്കുന്നത്. വെറും 80,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തുള്ളൂ. അതും ഡീസലിനാട്ടോ വാഹനം വരുന്നത്. ഇനി എക്സ്റ്റീരിയർ ഭാഗം നോക്കുമ്പോൾ നല്ല റെഡ് ഫിനിഷിങ്ങിലാട്ടോ വാഹനം വരുന്നത്. ഒരു തരത്തിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് വരില്ല കേട്ടോ. നല്ല വൃത്തി കടന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വാഹനം കേട്ടോ MGയുടെ ഹെക്ടർ എന്ന വാഹനം. ഇന്ത്യൻ സൈഡ് നോക്കുമ്പോഴേ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാട്ടോ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുള്ളത്. ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സൈഡ് നോക്കുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആട്ടോ. അവിടെയൊക്കെ 5 സീറ്റർ ആട്ടോ ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ സൺറൂഫും വരുന്നുണ്ട് ഈ വാഹനത്തിന്. വാഹനത്തിന് എൻജിൻ സൈഡ് ആട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇന്നോവയ്ക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,10,000 രൂപ കേട്ടോ. അതുപോലെ തന്നെ MGയുടെ ഹെക്ടർ എന്ന വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9,15,000 രൂപ കേട്ടോ. വിലയിൽ ചെറിയ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇന്നും ഇതുപോലെ തന്നെ ഇന്നോവകൾ അവൈലബിൾ ആണ്. 5 സീറ്റർ വാഹനങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒട്ടനവധി വാഹനം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്ര എന്ന പ്രദേശത്തോട്ട് നമ്മളെ ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനും ഇൻഫോർമേഷൻസിനൊക്കെ വേണ്ടി ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.